ഈ നാട്ടിലെ പത്രങ്ങളും പാപ്പരാസികളും എന്നെ കുറിച്ച് എഴുതി അർമാദിക്കുന്നത് കൊണ്ട് ആസ്വദിക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്ന യൂഷ്വൽ സൈക്കോപാത്ത് അല്ല ഞാൻ. ബിഗ് ബോസ് സീസൺ 6 നെടുന്തൂൺ അല്ലെങ്കിൽ കണ്ടന്റ് കിങ് എന്നൊക്കെ ചില ആളുകൾ വിശേഷിപ്പിക്കുന്ന ജാസ്മിൻ ജാഫർ അങ്ങനെ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. അധികം വൈകാതെ ഇപ്പൊ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നെത്തും എന്നാണ് അറിയാൻ സാധിച്ചത്. ജിൻഡോ ചേട്ടനെ ഒന്നും പുറത്തങ്ങനെ കണ്ടിട്ടില്ല. ഇന്നത്തെ ദിവസം മീഡിയക്കാർക്കൊന്നും ജിൻഡോ ചേട്ടനെ കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. പക്ഷെ ജാസ്മിൻ ജാഫർ രാവിലെ പെട്ടിയും കട്ടക്കയൊക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പം ജാസ്മിനെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ചെന്ന് ജാസ്മിന്റെ ഫാദർ ഉണ്ട്, പിന്നെ അനിയനുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരാളെ കൂടെ കണ്ടത്. നിങ്ങൾ ആരും ശ്രദ്ധിച്ചോ അറിയത്തില്ല. ഞാൻ ഒരു ക്ലിപ്പ് ഉണ്ട് ഇവിടെ കാണിച്ചു തരാം. ഈ അമ്മായി എന്തിനാണ് ഇപ്പൊ ജാസ്മിന്റെ പുറകെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഈ അമ്മായി പുറത്തിരുന്ന് ജാസ്മിനെ കുറെ അങ്ങ് പൊക്കി അടിക്കുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് കണ്ണാടിയൊക്കെ വെച്ച് സൂപ്പർ ഹീറോയിക് എന്നൊക്കെ പറഞ്ഞ് നടന്ന് ചേച്ചിയെ തിരിച്ചു വിളിച്ചോണ്ടൊക്കെ വരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. അമ്മായിയുടെ പാതയിലൂടെ പോകാൻ വേണ്ടി പഠിപ്പിക്കാനാണോ ഇനി ജാസ്മിനെ? എനിക്ക് അറിഞ്ഞൂടെ എന്താ ഈ ഒരു സംഗതി എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഈ വീഡിയോയ്ക്ക് അധികം ക്ലാരിറ്റി പോരാ, കുറവാണ്. പക്ഷെ കണ്ണാടി വെച്ച് ഫ്രണ്ട് നടക്കുന്ന ചേച്ചിയെ ഒന്ന് നിങ്ങൾ നോക്കിക്കോളുക. ഈ ചേച്ചിയെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ജാസ്മിനെ ഹാപ്പി അല്ലേ? ഓക്കെ കാണാം. കണ്ടല്ലോ ദിയാസുന ചേച്ചി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് തമ്മിൽ ഭയങ്കര പിരിയാൻ പറ്റാത്ത തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ചേച്ചിയും ചെന്നിട്ടുണ്ട്. കൊച്ചിന്റെ ഉമ്മ പോലും ചെന്നിട്ടില്ല ചെന്നൈയിൽ കളി കാണാൻ. ദിയാസുന ചേച്ചി ഇവിടുന്ന് വണ്ടി വില എടുത്ത് ചെന്നിട്ടുണ്ട്. പിന്നെ ദിയാസുന ചേച്ചി പണ്ടുണ്ടായിരുന്നൊരു കണ്ടസ്റ്റന്റ് ആണല്ലോ. അപ്പൊ അതൊക്കെ വെച്ചങ്ങ് ചെന്നതായിരിക്കും ആരെങ്കിലും കയ്യും കാലം പിടിച്ച്. പക്ഷെ എന്തിനാണ് ഈ ജാസ്മിനെ മാത്രം ഇത്ര ഇങ്ങോട്ട് എന്തോ ഞാൻ ആദ്യമേ പറഞ്ഞിടക്ക് ചേച്ചിയുടെ പാതയിലൂടെ പോകാൻ വേണ്ടി പഠിപ്പിക്കാനായിരിക്കും. എന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ ജാസ്മിൻ ഇന്നലെ കയറുന്നതിന് മുന്നേ ഇന്ന് രാവിലെ കുറച്ച് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോടൊക്കെ നമുക്ക് പോകാം. അതിനു മുമ്പ് ബിഗ് ബോസ് സീസൺ 6 വിന്നർ കപ്പ് പൊക്കിയ ജിൻഡോ ചേട്ടൻ ഉണ്ടല്ലോ അവിടെ. അപ്പൊ ജിൻഡോ ചേട്ടനെ പറ്റി സംസാരിക്കാതെ ഈ ഒരു ഐറ്റത്തിന്റെ കൂടുതൽ കാര്യത്തിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ജിൻഡോ ചേട്ടന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ജിൻഡോ ചേട്ടൻ ഇറങ്ങി ഞാൻ പറഞ്ഞ പോലെ ഇന്ന് മീഡിയക്കാരുടെ ഇന്ന് ഫ്രണ്ടിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇന്നലെ ജിൻഡോ ചേട്ടൻ നമ്മളെ കപ്പൊക്കെ എടുത്തതിന് ശേഷം ജിൻഡോ ചേട്ടന്റെ വീട്ടിൽ ഭയങ്കര ആഘോഷവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ജിൻഡോ ചേട്ടന്റെ പെങ്ങള് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനതൊന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾ, എന്നിട്ട് നമുക്ക് അത് സംസാരിക്കാം. അതിനുശേഷം ജാസു കൊച്ചിലേക്ക് നമുക്ക് പോവാം. അതിനുശേഷമൊക്കെ മതി ജാസു കൊച്ചി. കാരണം ജാസു കൊച്ചിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കൂടാതെ വേറൊരു ടീമിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എന്തായാലും ആദ്യമേ ജിൻഡോ ചേട്ടന്റെ പെങ്ങൾക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സന്തോഷം ഞങ്ങളുടെ ചേട്ടന് മണ്ടനാന്ന് പറഞ്ഞാലും കപ്പടിക്കാൻ ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. അത് ഒറ്റ തെളിവാണ് ആ കപ്പ്. ഇപ്പൊ മലയാളം ഏകദേശം ദുഷ്ടനാണ്. ചേട്ടൻ നല്ല വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചേട്ടൻ എന്നാ വരുന്നത് അറിയാമോ? അറിയില്ല. ചേച്ചി നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞു. കേരളം ഒട്ടാകെ പറയുന്ന ഒരു കാര്യമാണ് മണ്ടൻ എന്ന് മുദ്ര കുത്തിയ ഒരാള്. മണ്ടൻ എന്ന് അതിനകത്ത് പല ആളുകൾ വിളിച്ചു. ലാലേട്ടൻ വിളിച്ചു. അങ്ങനെ പല സംഗതികൾ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പോലും ആ വ്യക്തിയാണ് കപ്പടിച്ചത്. സോ അത്രേ ഉള്ളൂ. നിങ്ങൾ മണ്ടനെന്നോ പൊട്ടനെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചു. പക്ഷെ വിളിക്കുന്നതിന് മുന്നേ വിളിക്കുന്നവർ ആലോചിക്കുക, പുള്ളിയെക്കാട്ടിലും വലിയ മണ്ടന്മാരാണ് ഈ വിളിക്കുന്നവരെന്ന്. കാരണം പുള്ളി മറ്റേ കുരുട്ടുബുദ്ധിയുടെ ആളാ. പുള്ളി കൊണ്ടുപോയി അതുകൂടെ ഒന്ന് ആലോചിക്കണം. എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഈ പുറത്തിരുന്ന് മണ്ടൻ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നവന്മാർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല. മനസ്സിലായി? ചിലവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വെറുതെ വന്നിട്ട് കമന്റ് ബോക്സിൽ കുറെ എണ്ണം ഇരിക്കുവേ, നിനക്കൊന്നും വേറെ പണിയില്ലേടാ, അങ്ങനെയാണ് ഈ ചോദിക്കുന്നവരുടെ. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നിന്റെയൊക്കെ വിചാരം എന്താ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മറ്റൊരു വീഡിയോ അങ്ങോട്ട് എടുത്ത് നേരെ അങ്ങോട്ട് തള്ളിക്കയറ്റി കൊണ്ട് യൂട്യൂബിലിട്ട് കുറെ പേരെ കാണിച്ച് നിങ്ങൾ കാശുണ്ടാക്കുന്ന ഭയങ്കര എളുപ്പമുള്ള ഒരു പരിപാടിയാണെന്നാണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. അല്ല, അങ്ങനെ വിചാരിച്ചിരിക്കുന്നവന്മാർ അങ്ങനെ വിചാരിച്ചിരിക്കുക കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്, അങ്ങനെ വിചാരിച്ചിരിക്കുക. പക്ഷെ അവന്മാർക്ക് ഇത് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാ. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അത്ര വലിയ എളുപ്പ പരിപാടിയൊന്നുമില്ല. കുറച്ച് എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത്. നിങ്ങളെ കാണിക്കുന്ന ക്ലിപ്പ് എല്ലാം തപ്പി പിടിച്ചെടുക്കണം. കോപ്പിറൈറ്റ് കിട്ടാത്ത നോക്കണം. ഇനി അഥവാ കോപ്പിറൈറ്റ് അടിച്ച് തരാതിരിക്കാൻ ഈ മീഡിയക്കാർ, നമുക്ക് അറിയാവുന്ന കുറെ മീഡിയാസിന്റെ ഒക്കെയാണ് ഞാൻ കൂടുതൽ വെക്കാറുള്ളത്. അപ്പൊ നമുക്ക് അവരോട് പറയാം. അപ്പൊ അവർ കോപ്പിറൈറ്റ് തരത്തില്ല. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പണി ചാനൽ പോകും. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അല്ലാതെ മറ്റേ ചുമ്മാ ഇരുന്നങ്ങോട്ട് കുത്തി അതല്ല. അതും കൂടെ കുറെ പേര് അത് എത്ര പറഞ്ഞാലും കുറെ പേർക്ക് മനസ്സിലാവത്തുള്ളൂ. കുറെ പേര് മറ്റേ തെറി പറയാനായിട്ട് ഞാൻ ഒട്ടും വിട്ടുകൊടുക്കാറില്ല കേട്ടോ. വെറുതെ വന്ന് വീട്ടിലിരിക്കുന്നവരെയൊക്കെ തെറി പറയുന്നവരെയൊക്കെ ഞാൻ നല്ല പറയാറുണ്ട്. അത് കാണുന്നവർക്ക് എന്നോടൊന്ന് ക്ഷമിക്കണം. കാരണം നമ്മൾ മനുഷ്യന്മാരാ, നമുക്ക് ദേഷ്യം വരും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ നല്ല എന്നെയൊക്കെ വീട്ടിലിരിക്കുന്നവരൊക്കെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കാനൊന്നും നമ്മളെ കൂടെ പറ്റത്തില്ല. നമ്മൾ നല്ല തെറി പറയും കേട്ടോ.
അപ്പൊ അതിന് ക്ഷമിക്കുക, കാണുന്ന ബാക്കിയുള്ള ആളുകൾ ക്ഷമിക്കുക. നമ്മുടെ അവസ്ഥയും കൂടെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ജിൻഡോ ചേട്ടന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പെങ്ങളൊക്കെ ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ എല്ലാവർക്കും മുട്ടായി കൊടുക്കുന്നു, അങ്ങനെ വലിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്കമാലിയില്. അപ്പം കപ്പ് അങ്കമാലിയിലോട്ട് ഇങ്ങ് എടുത്തു. മലപ്പുറത്തേക്കൊക്കെ ആരൊക്കെയോ കൊണ്ടുപോകുന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു. വെറുതെ എന്റെ നാക്ക് മലപ്പുറത്തേക്ക് വെറുതെ തേങ്ങ ബാക്കി തേങ്ങ ഈ ഒരു സാധനം വായിന്ന് പോകുന്നില്ല. ഈ ഒരു സീസണിൽ നിന്ന് എന്നെ കിട്ടിയൊരു സാധനമാണ് തേങ്ങ. ഉളുപ്പുണ്ടോ ഇതിന്? എനിക്ക് തോന്നുന്നില്ല പോകുന്നത് കേട്ടോ. എന്തായാലും നല്ല കുറച്ച് കാര്യങ്ങളാണ് ഈ സീസണിൽ കുറച്ച് ആളുകളെ കൊണ്ട് എനിക്ക് കിട്ടിയൊരു സാധനമാണ് അത്. അപ്പൊ എന്തായാലും അവിടെ ഇരുന്നോട്ടെ. ഇനി അപ്പൊ നമുക്ക് ജാസ്മിൻ മോക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ജാസ്മിൻ മോള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും വാട്ടോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടായിട്ടും കിട്ടിയല്ലോ സെക്കൻഡ് റണ്ണർ അപ്പ്. അത് ഓക്കെ, നല്ലൊരു കാര്യം, കിട്ടട്ടെ കൊച്ചിന്. അപ്പൊ എന്തായാലും പക്ഷെ ജാസ്മിൻ കൊച്ചി ഇന്നലെ ഒന്നും ഞെട്ടിപ്പോയി. അതായത് മറ്റേ വോട്ടിങ്ങിന് ഞാൻ എപ്പിസോഡിന്റെ റിവ്യൂലും പറഞ്ഞതാ. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാക്കി എപ്പിസോഡ് റിവ്യൂ പറഞ്ഞത്. എനിക്ക് അതാ കൂടുതൽ നോട്ടീസ് ചെയ്ത് നിങ്ങളോട് പറയണമെന്ന് തോന്നിയത്. അതായത് ഈ നമ്മുടെ വോട്ടിങ്ങിന്റെ ഒരാഴ്ചത്തെ വോട്ടിങ്ങിന്റെ ഒക്കെ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടതായിരിക്കും. ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരാള് ഒരു വീക്കിൽ പോലും ടോപ്പിലേക്ക് വന്നിട്ടില്ല, എന്നിട്ടും അവർക്ക് സെക്കൻഡ് റണ്ണർ കിട്ടി. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നമുക്ക് ജാസ്മിന്റെ കുറച്ച് ക്ലിപ്പിലേക്ക് പോകാം. ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണ്, എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. അങ്ങനെ നിൽക്കുന്നത് ഇപ്പം ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങാതെ വെച്ചിട്ട് ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരായിട്ടൊക്കെ വിളിക്കുകയും സംസാരമൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട്. എയർപോർട്ടിലോട്ട് പോകുമ്പോൾ ഇത്രയും ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്താണ് ജാസ്മിൻ? ഞാൻ വിചാരിച്ചിരുന്നതിനെക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. കാരണം ഞാൻ അത്രയും കുറെ പേരുടെ മെസ്സേജും കുറെ പേരുടെ കോളും കുറെ വീഡിയോസും അതൊക്കെ കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. എടീ ഞാനൊരു കാര്യം പറയട്ടെ. ജാസ്മിൻ ഇപ്പൊ പറഞ്ഞ കണക്ക് കുറെ പേര് സ്നേഹിക്കാനുണ്ട് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഉണ്ടായിരിക്കും കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്ത് കണ്ടിട്ടാന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ കുറെ പേരുണ്ട്. ഞാൻ ഇന്നലെ കുറെ കണ്ടു. ഇന്നലെ ഞാൻ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഒരു വീഡിയോ, ഫസ്റ്റ് ജാസ്മിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ രാത്രിയിലെ അവമാനം കിട്ടത്. അപ്പൊ അതിന്റെ ആ ഒരു വീഡിയോയുടെ അടിയിലൊക്കെ എന്തോ ഒരു കമന്റാണെന്നറിയോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത്, ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ. ഞാനിപ്പോ ആലോചിച്ചു, ഇത്രയും പേരൊക്കെ ജാസ്മിൻ ഉണ്ടോ? ഇത്രയും പേരൊക്കെ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ടോ? എന്ത് കണ്ടിട്ട് എന്നുള്ള കുറെ ചോദ്യങ്ങൾ എനിക്ക് വന്നു. അവളെ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യമൊന്നും എനിക്ക് ജാസ്മിൻ എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഒരു BB മെറ്റീരിയലാണ് ജാസ്മിൻ എന്ന് പറയുന്നത്. കാരണം ഇഷ്ടം പോലെ കണ്ടന്റ് കൊടുത്തു. ആ കണ്ടന്റിന്റെ മെയിൻ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, നമ്മുടെ ആ ഒരു കണ്ടന്റ് കൊടുക്കാൻ ജാസ്മിന്റെ കൂടെ നിന്നത് ചപ്രി എന്ന് പറയുന്ന ഒരു കുട്ടനാണ്. അവർ രണ്ടും കൂടെ ഇഷ്ടം പോലെ, അത് എന്ത് കണ്ടന്റാന്ന് ഞാൻ വീണ്ടും ഇവിടെ പറയുന്നില്ല. പറയണോ? കുൽസിത പ്രവർത്തികളുടെ കഥകൾ ഞാൻ പറയണോ? വേണ്ട, എനിക്ക് താല്പര്യമില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സാധനം ജാസ്മിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. കണ്ടന്റ് കുറെ കൊടുത്തു. പക്ഷെ എന്ത് കണ്ടിട്ടാണ്? ഒരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ അയാളുടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ്സ് കണ്ടിട്ടായിരിക്കും. എനിക്ക് ജാസ്മിന്റെ പോസിറ്റീവ് എന്ന് എനിക്ക് തോന്നിയത്, ആരെന്ത് പറഞ്ഞാലും ഒന്നും മൈൻഡ് ചെയ്യാത്തൊരു സ്വഭാവം. അത് നല്ലൊരു കാര്യം തന്നെ. അത്ര ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളുടെ അടുത്ത് പറഞ്ഞാലും അത് വലുതായിട്ട് തല കെട്ടേണ്ട കാര്യമൊന്നും ഇല്ല കൊച്ചിന്. അവളുടെ കാര്യം നോക്കിയാൽ മതി. പക്ഷെ ജനങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അത് മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോ എനിക്ക് അത് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ പോസിറ്റീവായിട്ട്. വേറെ എന്താ പോസിറ്റീവായിട്ട് ഉള്ളത്? എന്താ നിങ്ങൾ ഇത്ര ഫാൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ. മാന്യമായിട്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. എന്താണ് അവളുടെ പോസിറ്റീവ്സ്? ഞാൻ കണ്ടൊരു പോസിറ്റീവ് ഇത് മാത്രമാണ്. ആരെന്ത് പറഞ്ഞാലും ഒന്നും കെയർ ചെയ്യത്തില്ല. ഷീ ഡസൻ കെയർ അബൌട്ട് എനിവൺ. അവളുടെ ലൈഫ് അത് നല്ലൊരു കാര്യം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. 10 പേര് പറയുന്നതോ അല്ലെങ്കിൽ നാട്ടുകാർ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും പറയുന്നതോ ബിഗ് ബോസ് കാണുന്ന എല്ലാ ഫാൻസും പറയുന്നതോ ഒന്നും കേൾക്കേണ്ട കാര്യമൊക്കെ ഇല്ല. അത് ഓക്കെ. അതല്ലാതെ വേറെ എന്ത് ഒരു പോസിറ്റീവാണ് അവളുടെ ഉള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞതാ. ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും, എനിക്ക് കാണാൻ പറ്റാണ്ടായിരിക്കും. ഞാനൊന്നും കണ്ടില്ല അവളുടെ വേറെ പോസിറ്റീവ്സ്. ഉള്ളത് പറയാലോ. ബാക്കി വീഡിയോ. ജാസ്മിൻ 1ാം സ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷിച്ച കുറെ പ്രേക്ഷകരുണ്ടല്ലോ. അവര് ഫാൻസ് എന്നോ ഇല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകള്. അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല. കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല. പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കുറെ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കുറെ മെസ്സേജസ് ആയാലും ഞാൻ ഇങ്ങനെ കാണുന്നത്. അപ്പം അവരെന്തൊക്കെയാണ് കണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യവും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ പടച്ചോന്റെ രീതി എന്തായാലും കിട്ടിയതിൽ ഞാൻ വളരെ 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 ഹാപ്പി. കിട്ടിയതിൽ നല്ല രീതിയിൽ തന്നെ ജാസ്മിൻ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നാണ് ഞാനും പറയുന്നത്. പക്ഷെ അതിനകത്ത് ജാസ്മിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത് ക്വാളിറ്റിയാണ് എന്ന് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ആളുകൾക്ക് എന്റെ എന്ത് ക്വാളിറ്റിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ അറിഞ്ഞു വരുന്നേ ഉള്ളെന്ന്.
എനിക്കതാ മനസ്സിലാവത്. എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഒന്ന് പറയാവോ? നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി, പറ്റുമെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്നും ഇട്ട് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. എന്ത് ക്വാളിറ്റിയാണ്? ഇപ്പൊ പുറത്തു പോയ ഓരോ ആൾക്കാരോട് ചോദിക്കാൻ പറ്റില്ല, ചിലപ്പോൾ പിടിച്ച് ഇടിക്കും നമ്മളെ. ജാസ്മിന്റെ ക്വാളിറ്റിയും ചോദിച്ചു പോയാൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പകുതി മുക്കാൽ ആൾക്കാരും തെറി പറഞ്ഞു വിടും. പക്ഷെ കുറെ പേര് ഇങ്ങനെ കാണിക്കും, ഒരു സൈഡിലുണ്ട്. അത് എന്ത് കണ്ടിട്ട് എന്ത് ക്വാളിറ്റി അതൊന്ന് അറിയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയേണ്ട ഒരു കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ചുമ്മാ നേരത്തെ നമ്മൾ പറഞ്ഞാണെങ്കിൽ PR കൂട്ടന്മാര് ചുമ്മായിരുന്നു ഇങ്ങനെ കമന്റ് ചെയ്ത് വിടുന്ന ഒന്നെങ്കിൽ അത് കാണും. പക്ഷെ കുറെ ഞാനും അറിഞ്ഞത് വെച്ചിട്ട് കുറെ ചേച്ചിമാർക്കൊക്കെ ഇഷ്ടമുള്ളവരുണ്ട്. അത് എന്തുകൊണ്ട് അതിനകത്ത് പക്ഷെ എനിക്ക് പറയാൻ താല്പര്യമില്ലാത്തൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്നാമത് ആ ഒരു പോയിന്റ് പിടിച്ച് സംസാരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നാലും ഞാനിപ്പോ വേണമെങ്കിൽ പറഞ്ഞു പോവാം. അതായത് ഞാൻ ഈ കാണുന്നത് മൊത്തം ഉണ്ടല്ലോ, ഈ കമന്റ് ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞ് ഞാൻ കാണുന്ന മൊത്തം വേറെ രീതിയിൽ നിങ്ങൾ എടുക്കരുത്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാണ്, ഒരു കാസ്റ്റില്, ഒരു പ്രത്യേക കാസ്റ്റിലുള്ള ആളുകൾ മാത്രമാണ്, ഒരു കാസ്റ്റിലുള്ള ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ മാത്രമാണ് അവൾക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ട് വരുന്നത്. അത് എന്തുകൊണ്ട് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അവരുടെ ആ ഒരു കാസ്റ്റിലെ ജനങ്ങൾ താത്തുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നോണ്ടാണോ? അല്ല, എനിക്ക് അങ്ങനൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഞാൻ കാണുന്നതിനകത്ത് ഈ പകുതി മുക്കാൽ മെസ്സേജും ആ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാർ വന്നിട്ടാ തെറി പറയുന്നത് അവരാണ്, ജാസ്മിന് സപ്പോർട്ട് കൊടുക്കുന്നത് അവരാണ്. നിങ്ങളെ ഞങ്ങൾ താത്തല്ല, നിങ്ങൾ അങ്ങനൊന്നും വിചാരിക്കരുത് ദൈവത്തെ ഓർത്ത്. ഇതിപ്പോ ആ ഒരു സ്ഥാനത്ത് ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഉള്ളതല്ലേ ഇവിടെ ജനങ്ങൾ പറയുള്ളൂ. നിങ്ങളത് അങ്ങനെ എടുക്കാത്ത എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഞാനൊരു പരിധിക്കുള്ള പറയാം. എനിക്കത് സങ്കടം തോന്നി. കാരണം അവർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നുണ്ടായിരിക്കും, നമ്മുടെ കാലത്തിലെ ഒരു കുട്ടിയെ മാത്രം എല്ലാവരും കൂടെ ഇങ്ങനെ എടുത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും കുറെ പേര് അവൾ സപ്പോർട്ട് ചെയ്യുന്നത് തെറി പറയുന്നു. പക്ഷെ അങ്ങനൊന്നും അല്ല. നിങ്ങളത് മനസ്സിലാക്കണം. എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു ഗെയിമിനകത്ത് എന്താണ് അത് വെച്ചിട്ടാണ് ആൾക്കാർ വാല്യൂ ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു സാധനം ഒന്നും പിടിച്ചിടരുത് ദൈവത്തെ ഓർത്ത്. സീരിയസ്ലി ഞാനിതിന് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ പറയും ഞാനിവിടെ കാസ്റ്റ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കൂടുതലായിട്ട് പറയാനിരിക്കാഞ്ഞത്. പക്ഷെ ഞാൻ കണ്ടത് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിനകത്തുള്ള ഒരു പൊരുൾ, ഒരു സത്യം എന്താണ്. ബാക്കി പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസ് ഈ തവണ കൊണ്ടുപോയത് ജാസ്മിൻ എന്നൊരൊറ്റ ആളുടെ ഇതല്ല, കണ്ടന്റ് മൊത്തം പോയത് ജാസ്മിൻ എന്നുള്ള ഒരു രീതിയിലായിരുന്നു പോയത്. അപ്പൊ ജാസ്മിന് ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാസ്മിന് എന്താ തോന്നുന്നത്? ആ ഒരു ഫീൽ എന്താണ്? ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കൊടുക്കണോന്നും പറഞ്ഞ ഞാനൊന്നും പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണോ ഞാൻ അത് തന്നെയാണ് ഞാൻ അവിടെ നിന്നിട്ടുള്ളത്. അല്ലാതെ പ്രത്യേകിച്ചായിട്ടൊന്നും അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഇപ്പൊ ഈ ജാസ്മിൻ ആണെങ്കിൽ ഫൈനൽ 5 ഒരു ഒറ്റ ലേഡി വരുന്നു. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ ശരിക്കും? അത് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. ആ പ്രൗഡ് മൊമെന്റ് ഒന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ്. ആ ദിയാസുന ചേച്ചി ആ സൈഡിൽ നിന്ന് വിളിക്കുന്നത് മതി വാ. ദിയാസുന ചേച്ചിക്ക് എന്താണ്? ജാസ്മിൻ ഇനിയിപ്പോ പുറത്തേക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ വരെ മറ്റേ എനിക്ക് തോന്നുന്നു ദിയാസുന ചേച്ചി പഠിപ്പിച്ചിട്ടായിരിക്കും വിടുന്നത്. ഉറപ്പാണ്, 100% ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. അങ്ങനെ തന്നെയായിരിക്കും. ജാസ്മിൻ ഇനി എന്ത് മൊഴിയണം അത് നമ്മുടെ സുന ചേച്ചി ആയിരിക്കും തീരുമാനിക്കുന്നത്. സുന ചേച്ചിയുടെ സൗണ്ട് ആക്കിയിട്ടോ നിങ്ങൾ. മതി വാ, പോരെ. ആരാണ് ഇവരെന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരുടെ പുറകെ നടക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അത്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്, അവരുടെ പരിപാടി കഴിഞ്ഞാൽ അവര് പോട്ടെ അവരുടെ ഫാമിലി ആയിട്ട്. നിങ്ങൾ എന്തിനാണ് അതിനകത്തോട്ട് മറ്റേ കയറാനും അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാനും മീഡിയക്കാരോട് അവർ സംസാരിക്കുമ്പോൾ മതി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകാനും നിങ്ങൾ ആരാണ്? എനിക്ക് എന്തോ അവരുടെ ആ ഒരു കാര്യം കാണുമ്പോൾ മാത്രമാണ് എന്തൊക്കെയോ കുറെ സംശയങ്ങൾ തോന്നിപ്പോന്നു. അതേ കണക്ക് ജാസ്മിൻ പറയുന്നുണ്ട് എന്തരാണ് നിങ്ങൾ പറയുന്നത്, എന്തരാണ് പോയേ ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ മനഃപൂർവ്വം ഒന്നും അല്ല. അതൊക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോ കിട്ടിയ അങ്ങ് കോണ്ടന്റുകളാണ്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ അതിനകത്തോട്ട് നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് നമ്മൾക്കൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ കേട്ടതൊന്നും അങ്ങനൊന്നും അല്ല. പിന്നെ എന്താണെങ്കിലും ഐ ജസ്റ്റ് ലീവ്ഡ് ഇറ്റ്. പിന്നെ ഞാൻ ഒരു ക്ലിപ്പും കൂടെ കാണിച്ചു തരാം. ഈ ക്ലിപ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതിന്റെ ഒരു കാര്യം, കുറെ പേര് പറയുന്നുണ്ട് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ബിഗ് ബോസിനെ റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് ഈ ജാസ്മിൻ കോംബോയെ അവരെ അങ്ങനെ പ്രേമമാണെന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ അർജുൻ ശ്രീതു കോംബോയെ പ്രേമമാണെന്ന് പറഞ്ഞത്. സത്യം പറയാലോ, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല റിയാക്ട് ചെയ്യുന്നവർ. നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് നിങ്ങൾ കാണും. എന്നിട്ടേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ മൊത്തത്തിൽ ഇടയിൽ കട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഫുള്ള് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. അല്ല ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു.
ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, എന്ത് തോന്നുന്നു? ഹാപ്പി ആയിട്ടിരിക്കും. അത് പെർമിഷൻ ഇതിൽ തീർന്നു പറഞ്ഞു. നമുക്ക് കാണാം, വേറെ പണ്ട് കാണാം. ഇപ്പൊ റൂമിൽ ഇറങ്ങിയിട്ടുണ്ട്. അല്ല എന്നാലും പറഞ്ഞു. ഹാപ്പി ഹാപ്പി ആൻഡ് പ്രൗഡ്. എപ്പം പറയാറ് പോലെ. അല്ല ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുകയാണ്, അപ്പൊ എന്ത് എന്ത് ഐ മീൻ ഹാപ്പി ആയിട്ടാ. ഐ മീൻ ഹാപ്പി, എത്രേ ഉള്ളൂ. ഐ വെരി ഹാപ്പി. ഇത് പെർമിഷൻ ആയിരുന്നു. ഹാപ്പി അല്ലേ? രണ്ടാളെ ഹാപ്പി അല്ലേ? എവിടെ പോകണ്ട? വീട്ടിൽ പോണ? എപ്പോഴും പോവാ നാട്ടിലേക്ക്? കൊണ്ടുവന്നാക്കാൻ പോകണ്ട? എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കാൻ പോകണ്ട? ഇല്ല, അവളെ വീട്ടിൽ പോകുന്ന ലഗേജ് താഴെ. എങ്ങനെയുണ്ട് അർജുന്റെ ഗെയിം? എങ്ങനെയുണ്ടായിരുന്നു കണ്ടിട്ട്? ഓക്കെ. അർജുൻ ഓടി എന്തൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ? കൊണ്ടാക്കാൻ പോകുന്നുണ്ടോ? എന്റെ ചേട്ടാ, ഞാൻ ഒറ്റയ്ക്കാണ് ചേട്ടാ പോണത്. എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നുണ്ടോ? എന്തൊക്കെ അർജുൻ ഫസ്റ്റ് ആയാലും, അർജുൻ ഫസ്റ്റ് റണ്ണറപ്പ് ആയാലും എന്ത് തോന്നുന്നു? ഇതൊക്കെ ഓൾറെഡി, ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് അറിയോ? ഇതൊക്കെ ചോദിക്കും. ഇതൊക്കെ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ കാര്യങ്ങളാ. വീണ്ടും രാവിലെ ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീതു രാവിലെ പോവുമായിരുന്നു. അപ്പൊ പോകുന്ന സമയത്ത് അർജുനും കൂടെ താഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പൊ ആ ഒരു സമയത്ത് അവരെ പിന്നെയും നിർത്തി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അവരുടെ ഒരു പ്രൈവസിയിലേക്ക് കയറി ചെല്ലുന്നു. ഇത് എനിക്കിത് ഒരു പരിധിയിൽ കൂടുതൽ പറയാൻ പറ്റത്തില്ല. കാരണം ഞാനും ഒരു മീഡിയ പേഴ്സൺ ആണ്. ഞാനും ഇങ്ങനെ പല പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു പരിധി കൂടുതൽ പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാനൊക്കെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട്. ഒരാളുടെ ഒരു പ്രൈവസിയിലേക്ക് ഒരു പരിധി കൂടുതൽ നമ്മൾ ചെന്ന് ഇടപെടത്തില്ല. കാരണം അത് ബോറാണ്. ഇപ്പൊ ഈ അർജുനെ ഓടിയ കണ്ടില്ല നിങ്ങള്? കാരണം ഇന്നലെ ഇറങ്ങിയപ്പോ തൊട്ട് ഇതാണ് ചോദിക്കുന്നത് അർജുനോട്. ഇന്നലത്തെ കുറെ വീഡിയോ ഒക്കെ ഉണ്ട് രാത്രിയിലത്തെ, ഞാൻ അതൊന്നും വെക്കാഞ്ഞതാ. അതിനകത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കോംബോയെ പറ്റി. അപ്പൊ അതൊക്കെ ഓൾറെഡി പറഞ്ഞു. വീണ്ടും രാവിലെ ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയപ്പോ ഈ ചോദ്യം തന്നെ. അർജുൻ പീസ്ഫുൾ ആയിട്ടൊന്ന്, അർജുൻ പറയുന്നത് അവരിപ്പോ ഫ്രണ്ട്സ് ആയിരിക്കാം എന്ന് വെച്ചിട്ട് അവർക്ക് പിന്നെ ഭാവിയിൽ പ്രണയിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ല. അവരാ ഒരു ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്യട്ടെ, ഫ്രണ്ട്ഷിപ്പ്. അപ്പം താഴത്തേക്ക് കൊണ്ടുപോയിട്ട് കാണിക്കേച്ച്. അപ്പൊ ഡോറൊക്കെ തുറന്നപ്പോഴത്തേക്ക് ശ്രീതു വേണ്ട, നീ പോയാ അവിടെ അടുത്ത കഥ വരും. ആ ഒരു മൂഡില്ല ശ്രീതു. അവരാ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അവൻ രാവിലെ താഴെ കൊണ്ടുവന്ന് ആക്കി കൊടുക്കുന്നു. അതിനകത്തേക്കൊക്കെ പിന്നെയും പോയി ആ ഒരു പ്രൈവസി അവരുടെ പോയ കണ്ടില്ലേ? നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കണം. ഞാനിത് പറയുന്ന എല്ലാ മീഡിയ, നമ്മുടെ എന്റേതായിട്ടുള്ള കുറെ സുഹൃത്തുക്കളുണ്ട്, അവരോട് എല്ലാവരോടും കൂടിയാ. നമ്മളിപ്പോ ഒരു പരിധിയിൽ കൂടുതൽ അവരെ, അതുപോലെ തന്നെ ഇപ്പം വരുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ വരുമ്പോഴത്തേക്ക് മുട്ടനിടിയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ കൈ കൊണ്ടൊക്കെ ഇടിക്കുന്ന കുറെ ടീമുകളൊക്കെ ഉണ്ട്. കുറെ ഭ്രാന്ത് പിടിച്ചവന്മാരുടെ അവന്മാരാണ് ഇവിടുത്തെ ടോപ്പ് മീഡിയ എന്നുള്ള ഒരു ഇതിലൊക്കെ. അങ്ങനെയുള്ള കുറെ വട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സീരിയസ് ആയിട്ട് ഞാൻ പറയുക, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറെ എണ്ണത്തിന്. ഞാൻ ആ ഒരു ചാനലിന്റെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. ഒരു ചാനലുണ്ട്, അതിനകത്ത് ഒരുത്തനൊക്കെ ഉണ്ട്. അവനൊക്കെ നമ്മളാണ് ഇവിടെ ഫസ്റ്റ് വന്ന മീഡിയ, ഇവിടെ വേറെ ആരും ഇവിടെ കാണരുത്, മാറി ഇന്നോണം, ആ ഒരു മൂഡിലൊക്കെയാ. അവന്റെയൊക്കെ ഏതാണ്ട് അപ്പന്മാരൊക്കെ ശ്രീധർ എഴുതി കൊടുത്തതാ എയർപോർട്ട്, കൊച്ചി എയർപോർട്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവിടെ അത് കാണിക്കുന്നത്. അങ്ങനെ കുറെ എണ്ണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, വെറുതെ മറ്റുള്ളവരുടെ പ്രൈവസി തകർക്കാൻ പോകരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഒരു മീഡിയ മാത്രം, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ ആൾക്കാർ ഇപ്പൊ എനിക്ക് ഇത് ശ്രീധുവിന്റെ അർജുന്റെ കാര്യത്തില്ല, അവര് നന്നായി നല്ല രീതിയിൽ സംസാരിച്ച് അവളെ കയറ്റി വിടാമെന്ന് വിചാരിച്ചു വന്നതാ. ചെറുക്കൻ ലാസ്റ്റ് ഓർഡറിന്റെ വന്നു. കഷ്ടമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരായിട്ട് ചെന്നൈയിൽ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, പൊഴിഞ്ഞ്. അപ്പൊ ജിൻഡോ ചേട്ടൻ മിക്കവാറും ഇന്ന് വൈകിട്ടോ നാളെയായിട്ട് എത്തുമെന്നാണ് അറിഞ്ഞത്. ജിൻഡോ ചേട്ടൻ വരട്ടെ. അതിനുശേഷം ബാക്കി ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കും. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ചാനൽ വഴി തന്നെ ഞാനിടും. അതില്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ വേണമെന്നൊന്നും ഇല്ല. ഇവിടെ വേറെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. എന്ത് മനോഹരമായ നാടാണ്.